ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരം ചൂഷണങ്ങളെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ എവിഡൻസ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ച് 5 വർഷങ്ങൾക്ക് ശേഷമാണ് അതിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് എന്ന വാചകത്തോടു കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് തുടങ്ങുന്നത്. മലയാള സിനിമാ മേഖലയെക്കുറിച്ച് പലതവണ പലരും പറഞ്ഞ ആരോപണങ്ങളും അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണെങ്കിലും ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എവിഡൻസസ് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ പുറത്തു വന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് വിട്ടുവീഴ്ചകളില്ലാതെ നടിമാർക്ക് മലയാള സിനിമയിൽ അവസരങ്ങളില്ല. ഒരു അവസരത്തിനായി പല വിട്ടുവീഴ്ചകൾക്കും നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ. ഇവരെ ചൂഷണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പല നടന്മാരും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഉണ്ടെന്ന് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ്? അതായത് പുരുഷാധിപത്യത്തിന്റെ ഒരു ലോകം തന്നെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. സെറ്റിലെ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇടനിലക്കാരുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടെ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു. അവസരങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് കോഡ് പേരുകൾ ഇട്ട് അവരെ അഭിസംബോധന ചെയ്യുന്നൊരവസ്ഥ. സ്ത്രീകൾക്ക് ശുചിമുറി പോലും നിഷേധിക്കപ്പെടുന്നു എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതികരിക്കുന്നവർക്ക്, ഈ ഒരു ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് വളരെ മോശം അനുഭവങ്ങളാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പലർക്കും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി തുറന്നു പറയാൻ മടിയാണെന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്ത്രീകൾ അവർ നേരിടുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് തുറന്നു പറയുമ്പോൾ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവരുടെ വായ മൂടിക്കെട്ടാൻ ആരൊക്കെയോ കൂടെ ശ്രമിക്കുന്നു. അവരെ പിക്ചറിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നു. അവസരങ്ങൾ ചോദിക്കുമ്പോൾ ശരീരം നൽകണമെന്ന് വളരെ പച്ചയായി ചോദിക്കുന്ന തരത്തിലുള്ള അവസ്ഥ മലയാള സിനിമയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ആരും സുരക്ഷിതരല്ല എന്ന് പല നടിമാരും ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ വഴങ്ങി കൊടുക്കാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ ചൂഷണങ്ങൾക്ക് നിന്ന് കൊടുക്കാത്ത സ്ത്രീകൾക്ക് അവരെ ഹരാസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവരെ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് പോലെ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകുന്നു. അത്തരത്തിൽ 14 തവണ വരെ അൺകംഫർട്ടബിൾ ആയ ഒരു ഷോട്ട് റീഷൂട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ ഫോൺ സംഭാഷണങ്ങൾ വഴി മോശമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ വഴി അസഭ്യ വർഷം ഉണ്ടാകുന്നു. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് കാസ്റ്റിംഗ് കൗച്ചിനെതിരെ അല്ലെങ്കിൽ തങ്ങൾ മലയാള സിനിമയിൽ നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് കൂടുതലായും സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ വലിയൊരു അറ്റാക്ക് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശുചിമുറികളില്ലാത്ത അവസ്ഥ, ആർത്തവ സമയത്ത് പോലും ശുചിമുറികൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥ സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. ഈക്വൽ പേ എന്നൊരു കാര്യം മലയാള സിനിമയിൽ സംഭവിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ തുല്യവേതനം എന്ന കാര്യത്തെക്കുറിച്ച് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധതയുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മലയാള സിനിമാ മേഖല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. സിനിമാ സെറ്റുകളിലെ അമിത ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. മലയാള സിനിമയിലെ ഉന്നതർ വേട്ടക്കാരാണ് എന്ന വാചകം ഈ ഒരു റിപ്പോർട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുരുഷ സിനിമാ പ്രവർത്തകർ നടിമാരുടെയും മറ്റ് സ്ത്രീ ടെക്നീഷ്യൻസിന്റെയും വാതിലിൽ മുട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമാനമായ ഒരുപാട് കേസുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലൈംഗിക പീഡനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസിൽ പരാതിപ്പെടാൻ സാധിക്കുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തന്നെ ലൊക്കേഷനുകളിലേക്ക് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധം അപകടകരമായ ഒരു അവസ്ഥയാണ് മലയാള സിനിമാ സെറ്റുകളിൽ ഉണ്ടാകുന്നത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, രക്ഷിതാക്കളും ബന്ധുക്കളും വരെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ട അവസ്ഥ അവസരങ്ങൾക്കായി മലയാള സിനിമയിൽ ഉണ്ടാകുന്നു എന്നതാണ്. ഇത്തരം ചൂഷണങ്ങളെക്കുറിച്ച് സ്ത്രീകൾ മാത്രമല്ല ആൺതാരങ്ങളും ജസ്റ്റിസ് ഹേമ കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട്. പേടിച്ചിട്ടാണ് ഇതുവരെ പരാതിപ്പെടാതിരുന്നത് എന്നും ഈ ടെക്നീഷ്യൻസ് എല്ലാവരും പറയുന്നു. അങ്ങനെ മലയാള സിനിമാ മേഖലയ്ക്ക് ഒരു വലിയ ചീത്തപ്പേര് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന ഒരു വലിയ ബോംബായി തന്നെ നമുക്ക് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറയാനായിട്ട് സാധിക്കും. കാരണം ഇതുവരെ മലയാള സിനിമാ മേഖലയ്ക്കെതിരെ ചർച്ചകളിൽ നിന്നിരുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിനൊക്കെ ക്രെഡിബിലിറ്റി നൽകുകയാണ് ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.